ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ശേഷം മെയ് 31-നും വോട്ടെടുപ്പ് ദിനത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പൂർണ്ണമായും വർഗീയതയും വിദ്വേഷ പ്രസംഗവും ആവർത്തിക്കുന്ന മോദിയുടെ ധ്യാനം രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന വിമർശനവും ശക്തമാകുകയാണ്. താൻ സാധാരണ ജന്മമല്ലെന്നും ദൈവം അയച്ചതാണെന്നുമുള്ള വാരാണസിയിലെ മോദിയുടെ പരാമർശവും വിവാദമായിരുന്നു. 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന വോട്ടെടുപ്പിന്റെ തലേന്നാൾ നരേന്ദ്രമോദി ധ്യാനത്തിലിരുന്നു. കേദർനാഥിലെ ഗുഹയിൽ ഉത്തരാഖണ്ഡിന്റെ പരമ്പരാഗത വസ്ത്രമായ പഹാഡി ധരിച്ചായിരുന്നു ധ്യാനം. തികച്ചും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുള്ള ധ്യാനം. 2024-ലും അവസാന വോട്ടെടുപ്പ് ദിനത്തിലും തലേ ദിവസവും മോദിയുടെ ധ്യാനം ആവർത്തിക്കുകയാണ്. ഇത്തവണ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് മെയ് 31-നും ജൂൺ 1-നുമായി 2 ദിവസത്തെ ധ്യാനം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പൂർണ്ണമായും വർഗീയ പരാമർശവും വിദ്വേഷ പ്രസംഗവും നടത്തുന്ന മോദിയുടെ ഇത്തവണത്തെ ധ്യാനവും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടതാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകളാണ് മോദി ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഇത്തവണ മോദി ഗ്യാരണ്ടിയും അയോധ്യ രാമക്ഷേത്രവും വോട്ടർമാരെ ഉത്തരേന്ത്യയിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് BJPയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇതോടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗവും മോദി ശക്തമാക്കി. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്ന പരാമർശം നരേന്ദ്രമോദി ആവർത്തിക്കുകയാണ്. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്നും മോദി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. इतने में इनका मैनिफेस्टो आया. इस मैनिफेस्टो ने और चौंका दिया और इसलिए मैंने पहला मैनिफेस्टो देखते ही मेरा पहला कमेंट था कि ये मैनिफेस्टो पर मुस्लिम लीग की छवि है. सिर्फ ये 5-4 परिवारों का ही एजेंडा था जी. ये न कश्मीर की जनता का एजेंडा था, न देश के लोगों का एजेंडा था. തന്നെ ദൈവം അയച്ചതാണെന്ന അവകാശവാദവുമായി മോദി രംഗത്ത് വന്നതും വിവാദമായിരുന്നു. തന്റെ ജനനം ജൈവികമായി സംഭവിച്ചതല്ലെന്നും തന്റെ ഊർജം സാധാരണ മനുഷ്യരിൽ ഉണ്ടാകില്ലെന്നുമാണ് മോദി വാരണാസിയിൽ പറഞ്ഞത്. ചുരുക്കത്തിൽ താൻ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ ധ്യാന പ്രകടനവും. കൈരളി ന്യൂസ്, ദില്ലി.